കാസർഗോഡ് റെയിൽവേയിൽ നിന്ന് വെറും 100-150 മീറ്റർ അപ്പുറത്തുള്ള ഈ സ്പോട്ട്, അതെ നമ്മുടെ സ്വന്തം സി വി പാർക്കിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നുള്ളത്. ഒരു 3-3:30 മണിയായിട്ടുമ്പോൾ റാഷി അങ്ക് വിളിച്ചിട്ട് ഷാദിന്റെ ഫർണിച്ചർ ഷോപ്പിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പടക്കത്തിലും എടുത്തിട്ട് 100 രൂപന്റെ പെട്രോൾ അടിച്ചിട്ട് റാഷിനെയും കൂട്ടിയിട്ട് ഷാദിന്റെ ഷോപ്പിലേക്ക് വിട്ടു. ഈ നിൽക്കുന്നതാണ് ഷാദ്, ഈ ഷോപ്പിന്റെ കൊച്ചു മുതലാളി. അങ്ങനെ ആടെ ഇരുന്നിട്ട് ബടയിൽ പൊട്ടിച്ചിട്ടിരിക്കുമ്പോഴാണ് റാഷി പറഞ്ഞ നമുക്ക് സി വി പാർക്കിലേക്ക് വിട്ടാന്ന്. എന്നാൽ പിന്നെ ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഷാദിന് ഷോപ്പ് നോക്കാനുള്ളതുകൊണ്ട് ഓൻ വന്നിട്ട് അപ്പൊ ഞാൻ റാഷിയും കൂട്ടിയിട്ട് പോകാൻ തിരിച്ചു. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ തളങ്കര പോകുന്ന റോഡിലേക്ക് കയറിച്ചാറ്റും ഈ കാണുന്ന ക്ലോക്ക് ടവറിന് നേരെ റൈറ്റ് എടുത്ത് നമ്മളെ സി വി പാർക്കിലേക്ക് എത്തും. ഇനി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബണ്ടിയിൽ പോകുന്നതെങ്കിൽ മെയിൻ എക്സിറ്റിൽ നിന്ന് വെറും 1 കിലോമീറ്ററും അല്ലെങ്കിൽ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ എക്സിറ്റ് വഴിയാണെങ്കിൽ ഒരു 200-250 മീറ്റർ ചവിട്ടി നടന്നാൽ മതി നമ്മൾ സി വി പാർക്കിലേക്ക് എത്തും. അപ്പൊ ഈ കാണുന്നതാണ് സി വി പാർക്കിന്റെ എൻട്രൻസ്. 5 പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, നേരെ വിട്ടോളിയുള്ളൂ. ഇവിടെ സി വി പാർക്കിന് മുനിസിപ്പൽ പാർക്ക് എന്നും പറയാറുണ്ട്. വലിയ യമണ്ടം പാർക്കൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നടക്കാനും ഇരിക്കാനും കളിക്കാനുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. അതിനോട് തന്നെ പിള്ളേർക്കും വലിയവർക്കും വന്നിട്ട് ഇവിടെ മജ എടുക്കാം. ഇനിയിപ്പോൾ കപ്പിൾസ് ആയിട്ട് വരുന്നവർക്കും ഇവിടെ വന്നിട്ട് കഥ പറയാൻ പറ്റിയ സ്ഥലം കൂടിയാണിത്. എന്ന് വെച്ച് അൽസിത കുൽസിത പ്രവർത്തനമൊന്നും ഇവിടെ നടക്കാറ്. ഇനിയിപ്പോൾ ആളില്ലാതെ ഒറ്റയ്ക്ക് വരികയാണെങ്കിലും പേടിക്കണ്ട, ഇവനെപ്പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ശരീരം വളർന്നിട്ടുണ്ടെങ്കിൽ റാഷിന്റെ മനസ്സ് ഇപ്പോഴും കുഞ്ഞിന്റെ മനസ്സാന്ന് അവന് പിന്നെയും തെളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2016 പൂർത്തിയാക്കിയ ഈ പാർക്ക് ഇപ്പോൾ ആടെയും കുറച്ച് ക്ഷയിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് പൊടി തട്ടിയെടുത്തെങ്കിൽ കാസർഗോഡിന്റെ അഭിമാന പാർക്കായിട്ട് മാറുമെന്നതിൽ സംശയമില്ല. സി വി പാർക്കിന്റെ അടുത്ത വർഷത്തെ ഇതേ ആ കാണുന്നതാണ് മാലിക് ദിനാർ പള്ളി. നേരെ നോക്കിയാൽ ചന്ദ്രഗിരി പുഴയും. മൊത്തത്തിൽ ഹരിതവും പച്ചപ്പുമായി കിടക്കുന്ന ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വന്ന് വൈബ് അടിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് കൂടിയാണിത്. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലി ലവറായിട്ട് ഇവിടെ വന്ന് വൈബ് അടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ അപ്പോൾ ടാറ്റ ബൈ.